ഹായ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ സീരീസ് ഓൺ പൈത്തൺ പ്രോഗ്രാമിംഗ് ട്യൂട്ടോറിയൽസ്. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഫംഗ്ഷൻസിനെ പറ്റിയിട്ടാണ്. ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെയും അത്യാവശ്യം ക്രൂഷ്യലായിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഈ ഫംഗ്ഷൻസ് നമുക്ക് നമ്മുടെ കോഡിനെ ബെറ്ററായിട്ട് ഓർഗനൈസ് ചെയ്യാനും അതുപോലെ കോഡ് ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഫംഗ്ഷൻ എന്താണ്? അത് ഒരു ബ്ലോക്ക് ഓഫ് ഓർഗനൈസ്ഡ് ആൻഡ് റീയൂസബിൾ കോഡ്. അതാണ് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിപ്പോൾ നമുക്ക് ബാക്കി ഫംഗ്ഷൻസിൻ്റെ ക്യാരക്ടേഴ്സും മറ്റുമൊക്കെ നമുക്ക് ഈ എക്സാമ്പിൾ വെച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ നമുക്ക് ഈ കോഡ് നിങ്ങൾക്ക് കണ്ടുപരിചയം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാര്യം നമ്മൾ മുമ്പ് ഇത് കവർ ചെയ്തിട്ടുള്ളതാണ്. ഇതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻറ്റൻസിലെ നമ്മൾ ഏത് സെൻറ്റൻസ് കൊടുത്താലും ആ സെൻറ്റൻസിലെ വവ്വൽസിനെ ക്യാപിറ്റലൈസ് ചെയ്യുന്നു. ഇപ്പോൾ എ യു അതിനെയൊക്കെ ക്യാപിറ്റലൈസ് ചെയ്ത് അത് പ്രിൻ്റ് ചെയ്യും. ഇതിപ്പോൾ നമുക്കിവിടെ കാണാം പൈത്തൺ ഫങ്ഷൻസ് ഡെമോ. ഇപ്പോൾ കാണാം ഇതിലെ എല്ലാ വവൽസിനെയും ക്യാപിറ്റലൈസ് ചെയ്തു. ഇനി നമുക്കിവിടെ ഒരു പുതിയ സെൻറ്റൻസിനെ, അതായത് ഇപ്പോൾ നമുക്ക് സെൻറ്റൻസ് 2 = ഇതിലെ വവൽസിനെയും ക്യാപിറ്റലൈസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് കോപ്പി ചെയ്ത് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് സെൻറ്റൻസ് എന്ന് പറഞ്ഞ് സെൻറ്റൻസ് 2 ആക്കണം. ഇനി അത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി അത് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം രണ്ടാമത്തെ ലൈനും ഈ സെൻറ്റൻസും വവൽസിനെ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് വീണ്ടും ഒരു സെൻറ്റൻസും കൂടി ഉണ്ടെന്ന് വിചാരിച്ചോളൂ. സെൻറ്റൻസ് 3. ഇവിടെയും നമുക്ക് വീണ്ടും ഇത് മൂന്നാമത്തെ പ്രാവശ്യം കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടി വരികയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രശ്നം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എത്ര പ്രാവശ്യം നമുക്ക് ഈ സംഭവം റൺ ചെയ്യണോ, എത്ര സെൻറ്റൻസ് ഉണ്ടോ അത്രയും പ്രാവശ്യം നമുക്ക് ഈ മൊത്തം ലൈൻസ് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരികയാണ്. ഇനിയിപ്പോൾ സെൻറ്റൻസ് 4 ഉണ്ടെങ്കിൽ വീണ്ടും ഒരു എത്ര ലൈൻസ് വരും? 1 2 3 4 5 6 7 ലൈൻസ് എക്സ്ട്രാ വീണ്ടും വരും. അത് ഓരോ സെൻറ്റൻസിനും ഇത്ര അധികം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഫങ്ഷൻസിൻ്റെ ഒരു യൂസ്ഫുൾനെസ് വരിക. അതായത് നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കാം. അതായത് ഇവിടെ കോമൺ ഫങ്ഷനാലിറ്റി ഉണ്ടല്ലോ, അതെന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ സെൻറ്റൻസിൽ ഓരോ ക്യാരക്ടറായിട്ട് എടുക്കും, അത് വവലാണോ എന്ന് ചെക്ക് ചെയ്യും. വവലാണെങ്കിൽ അതിനെ ക്യാപിറ്റലൈസ് ചെയ്യും, എന്നിട്ട് അത് വെച്ചിട്ട് പുതിയൊരു സെൻറ്റൻസ് ഉണ്ടാക്കും. അപ്പോൾ അത് നമുക്കിവിടെ ചെയ്യാം. ഫങ്ഷൻസ് എഴുതാൻ പോകുന്നതിന് മുമ്പ് ഫങ്ഷൻസിൻ്റെ പൈത്തണിലെ കീവേഡ് എന്ന് പറയുന്നത് DEF ആണ്. ഇപ്പോൾ ഡെഫിനിഷനിലെ DEF. അപ്പോൾ അത് ചെയ്യുക, എന്നിട്ടൊരു സ്പേസ് അടിക്കുക. സ്പേസ് കഴിഞ്ഞ് നമ്മൾ ഈ ഫംഗ്ഷൻ എന്താണ് ചെയ്യാൻ പോകുന്നത് അത് റിലേറ്റ് ചെയ്തിട്ട് ഒരു പേരുണ്ടാക്കുക. അപ്പോൾ ഇവിടെ ഇത് ചെയ്യുന്നത് ക്യാപിറ്റലൈസ് വവൽസ് ആണല്ലോ, അത് നമുക്ക് ക്യാപിറ്റലൈസ് വവൽസ് എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ക്യാപിറ്റലൈസ് വവൽസിന് ഒരു ഇൻപുട്ട് വേണം. ഏതിലെ വവൽസിനെയാണ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്നതെന്ന് അറിയണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പേര് ഇവിടെ കൊടുക്കണം. അത് നമുക്കിവിടെ സെൻറ്റൻസ് എന്ന് തന്നെ കൊടുക്കാം. ഇതിൻ്റെ പേര് വേണമെങ്കിൽ മാറ്റി നമുക്ക് സെൻറ്റൻസ് 1 ആക്കാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവാണ്ടിരിക്കാൻ. സെൻറ്റൻസ് 1. അപ്പോൾ ഇവിടെ സെൻറ്റൻസ് എന്ന് കൊടുത്തു. അത് കഴിഞ്ഞൊരു കോളൻ ഇടുക. കോളൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ബ്ലോക്ക് ഓഫ് കോഡാണല്ലോ, അപ്പോൾ ഒരു ഇൻറ്റൻറ്റ് വേണം. അപ്പോൾ ഇൻറ്റൻറ്റേഷനെ പറ്റിയിട്ടുള്ള വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻറ്റൻറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ഇവിടെ ഈ കോമൺ ആയിട്ടുള്ള ലൈൻസ് ഓഫ് കോഡ് ഉണ്ടല്ലോ അതവിടെ റൈറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ഇൻറ്റൻറ്റ് പോയിട്ടുണ്ട്, കാരണം ഇവിടെ ഒരു ഇത് വന്ന കാരണം. ഇത് കഴിഞ്ഞ് ഇതിലൊരു കാര്യം എന്നുള്ളത് ഇവിടെ വവൽസ് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യണം. കാര്യം വവൽസിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അതിന് AEIOU. എന്നിട്ട് ഇവിടെ നമ്മൾ ആ ന്യൂ സെൻറ്റൻസിനെ റിട്ടേൺ ചെയ്യുക. അതായത് വവൽസിനെയൊക്കെ ക്യാപിറ്റലൈസ് ചെയ്തതിന് ശേഷമുള്ള ന്യൂ സെൻറ്റൻസിനെ റിട്ടേൺ ചെയ്യണം. ഇനി നമുക്ക് ഇതൊക്കെ ഒഴിവാക്കാം. ഈ സംഭവങ്ങളൊന്നും ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് ക്യാപിറ്റലൈസ് എന്ന് പറഞ്ഞ സംഭവത്തിനെ വിളിക്കുക. വേണമെങ്കിൽ ഇവിടെ അങ്ങനെ ചെയ്യാം. എന്നിട്ട് സെൻറ്റൻസ് 1, എന്നിട്ട് ഈ റിസൾട്ടിനെ ഇവിടെ പ്രിൻ്റ് ചെയ്യുക. ഇനി നമുക്ക് ഈ സെൻറ്റൻസ് 2നും അങ്ങനെ ചെയ്യാം, സെൻറ്റൻസ് 3നും അങ്ങനെ ചെയ്യാം. ഈ സെൻറ്റൻസ് 2 ആണല്ലോ ഇവിടെ പാസ് ചെയ്യേണ്ടത്, അതുപോലെ ഇവിടെ സെൻറ്റൻസ് 3 ഇവിടെ പാസ് ചെയ്യണം. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ന്യൂ സെൻറ്റൻസ്. നമ്മളിവിടെ ന്യൂ സെൻറ്റൻസിനെ ഇവിടെ എംപ്റ്റി ആയിട്ട് സ്പെസിഫൈ ചെയ്തില്ല. ഓക്കെ, അത്രേ ഉള്ളൂ.
അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് കറക്റ്റായിട്ട് എല്ലാത്തിലെയും വവൽസിനെ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഓൾറെഡി കുറേ ലൈൻസ് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലൈൻ്റെ ആവശ്യം തന്നെ ഇല്ല, ഇത് ഡയറക്റ്റ് നമുക്ക് ഇതിൽ കൊടുക്കാം. അതുപോലെ നേരത്തെ 20+ ലൈൻ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 15 ലൈനായി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഫങ്ഷൻസിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. നമുക്ക് ബെറ്ററായിട്ട് ഓർഗനൈസ് ചെയ്യാനും പറ്റും, കോഡ് ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യമുള്ളത്, നമുക്ക് ഇപ്പോൾ ഈ ലോജിക്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു സ്ഥലത്ത് മാത്രം മാറ്റം വരുത്തിയാൽ മതി. മുമ്പ് ഉണ്ടായിരുന്ന പോലെ ഇവിടെ എല്ലായിടത്തും നമുക്ക് ആ ലോജിക്ക് ഇല്ല. അതുകൊണ്ട് അവിടെ എല്ലായിടത്തും പോയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യണതിന് പകരം ഇവിടെ മാത്രം ആ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. ഇതെല്ലായിടത്തും അത് റിഫ്ലക്റ്റ് ചെയ്യും. അതാണ് ഫങ്ഷൻസിൻ്റെ മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൊഡ്യൂൾസിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. മൊഡ്യൂൾസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഈ ഫയൽസ് ഉണ്ടല്ലോ, ഈ ഫയൽസിനെയാണ് മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. അതായത് ഒരു കളക്ഷൻ ഓഫ് വേരിയബിൾസ് ആൻഡ് ഫങ്ഷൻസ്, അതാണ് മൊഡ്യൂൾസ്. ഇപ്പോൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഈ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഫങ്ഷൻസ് ഡെമോ എന്ന് പറഞ്ഞ ഈ മൊഡ്യൂളിൻ്റെ പേര്. അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റലൈസ് വവൽസ് ആണ്. ഇനിയിപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കളയാം, അത് സേവ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് ഇത് ജസ്റ്റ് വേറൊരു ഫയൽ, ഈ ഫയലിൽ നമ്മൾ മറ്റേ ഫംഗ്ഷനെ, അതായത് ഈ മൊഡ്യൂളിൽ നിന്നുള്ള ഫംഗ്ഷനെ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിനെ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഫ്രം ഫങ്ഷൻസ് ഡെമോ ഇമ്പോർട്ട് ക്യാപിറ്റലൈസ് വവൽസ്, ഇത്രയേ ഉള്ളൂ. ഇത് പറയുന്നത് ഈ ഫങ്ഷൻസ് ഡെമോ എന്ന് പറഞ്ഞിട്ടുള്ള മൊഡ്യൂളിൽ നിന്ന് ഈ ഫംഗ്ഷനെ ഇമ്പോർട്ട് ചെയ്യുക. ഇത് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഈ ഇമ്പോർട്ട് ചെയ്ത സ്ഥലത്ത് മൊത്തം ആ ഫംഗ്ഷനെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് ഒരു ഫംഗ്ഷൻ എഴുതി, ഒരു മൊഡ്യൂളിൽ ഒരു ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ഔട്ടായിട്ട് അത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇനി നമുക്കിത് ഇവിടെ റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഫങ്ഷൻസ് ഡെമോ അല്ല, ഇപ്പോൾ കാണാം നിങ്ങൾക്ക് ഇത് മൊത്തം ഇവിടെ റൺ ചെയ്തു. ഇനിയിപ്പോൾ ഇതിവിടെ കാണാം നിങ്ങൾക്ക് ഇവിടെ വരുന്ന മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതായത് മൊഡ്യൂൾസിൻ്റെ ഉപകാരം എന്ന് പറയുന്നതാണ്, അതും നമ്മളെ കോഡ് നന്നായിട്ട് ഓർഗനൈസ് ചെയ്യാൻ സഹായിക്കും. അതായത് ആൽഫബറ്റ്സിൻ്റെ ഫങ്ഷൻസിൻ്റെ ഡെമോനെ പറ്റിയിട്ടുള്ള എല്ലാ ഫങ്ഷൻസും നമുക്ക് ഇവിടെ എഴുതാം. എന്നിട്ട് ഇവിടെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഫങ്ഷൻസ് ഡെമോ എന്ന് നമുക്ക് ഡയറക്റ്റ്ലി എല്ലാത്തിനെയും ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ തിരിച്ച് ഈ പ്രോഗ്രാമിലേക്ക് വരികയാണെങ്കിൽ ഫങ്ഷൻസ് ഡെമോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ആ മൊഡ്യൂളിലേക്ക് പോയിട്ട് മാറ്റങ്ങൾ വരുത്തിയാൽ മതി. പേരൊഴിച്ച് ബാക്കി എന്ത് മാറ്റങ്ങൾ വരുത്തിയാലും നമ്മൾ എവിടെ നിന്ന് ആക്സസ് ചെയ്യണതിൽ അതിലൊന്നും മാറ്റങ്ങൾ വരുത്തണ്ട. ഇനി ഇതിപ്പോൾ നമ്മുടെ മൊഡ്യൂളാണ്. ഇതിന് പുറമെ നമുക്ക് പൈത്തൺ പാക്കേജസ് എന്ന് വരുന്ന മൊഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ അതിനൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഇമ്പോർട്ട് മാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. അതായത് ഇപ്പോൾ നമുക്കിത് കമൻറ്റ് ചെയ്ത് കളയാം. മാത്തമാറ്റിക്സ് ആയിട്ട് റിലേറ്റ് ആയിട്ടുള്ള കുറേ ഫങ്ഷൻസ് അവൈലബിൾ ആണ്. അതിൽ ഒരു ഉദാഹരണമാണ് math.sqrt. അത് സ്ക്വയർ റൂട്ട് കാണുന്നതിനുള്ള ഒരു ഇത്. അപ്പോൾ നമുക്കിവിടെ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ള 8 ഉത്തരം വരും, 8.0. അതിന് കാരണം നമ്മളിവിടെ മാത്ത് എന്ന് പറഞ്ഞ മൊഡ്യൂളിനെ മൊത്തമായിട്ട് ഇമ്പോർട്ട് ചെയ്തെടുക്കുക. ഇവിടെ മാത്ത് എന്ന് പറഞ്ഞ മൊഡ്യൂളിനെ മൊത്തമായിട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിലുള്ള എല്ലാ ഫങ്ഷൻസും നമുക്ക് അവൈലബിൾ ആവും. എല്ലാ ഫങ്ഷൻസും വേരിയബിൾസും അതിലുള്ള ഒരു ഫങ്ഷനാണ് SQRT. ഇപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മൊഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിനൊരു ഉദാഹരണത്തിന് നമുക്കിവിടെ ഡയറക്റ്റ് ഇമ്പോർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഫങ്ഷൻസ് ഡെമോ ഇതിലുള്ള എല്ലാ ഫങ്ഷൻസിനെയും ഇമ്പോർട്ട് ചെയ്തു. ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് പ്രിൻറ്റ് ABC, ഈ ജസ്റ്റ് ഒരു പ്രിൻറ്റ് ABC എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, അത് നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ABC എന്ന് പ്രിൻ്റ് ആവും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഫങ്ഷൻസ് ഡെമോനെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ ഫങ്ഷൻസ് ഡെമോ ഡോട്ട്, അപ്പോൾ നമ്മൾ പ്രിൻറ്റ് ABC എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ റൺ ആവും. അത് നമുക്കിവിടെ കാണാം. ഇപ്പോൾ കണ്ടോ ABC, അതായത് ഇത് റണ്ണായത് ഇവിടത്തെയാണ്. ഇനി മറ്റേ ഇതും നമുക്കപ്പോൾ ആക്സസിബിൾ ആണ് ഓൾറെഡി. പക്ഷേ ഇവിടെ ക്യാപിറ്റലൈസ് വവൽസ് എന്ന് മാത്രം കൊടുത്ത കാര്യമില്ല, നമ്മൾ ഫങ്ഷൻസ് ഡെമോ ഡോട്ട്
ക്യാപിറ്റലൈസ് വവൽസ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ മൊത്തം ഫങ്ഷൻസ് ഡെമോനെ ഇമ്പോർട്ട് ചെയ്തു. അതിനുള്ളിലുള്ള എന്തിനെ ആക്സസ് ചെയ്യണമെങ്കിലും അപ്പോൾ ഡോട്ട് വെച്ചിട്ട് ചെയ്യണം. ഇനി അതല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ സംഭവം ഡയറക്റ്റ് ഈ ഫംഗ്ഷൻ നെയിം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ ആ ഫ്രം ഇത് കൊടുക്കേണ്ടത്. ഇമ്പോർട്ട് ക്യാപിറ്റലൈസ് വവൽസ് പ്രിൻറ്റ് ABC. ഇത് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫങ്ഷൻസ് ഡെമോ എന്ന് കൊടുക്കണ്ട. മൊഡ്യൂൾ നെയിമിൽ നിന്ന് ഫ്രം മൊഡ്യൂൾ നെയിം ഇമ്പോർട്ട് ഡയറക്റ്റ് ഫങ്ഷൻസിനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതല്ല, നിങ്ങൾക്കൊരു മൊഡ്യൂൾ മൊത്തത്തിൽ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ജസ്റ്റ് ഇമ്പോർട്ട് ആ മൊഡ്യൂൾ നെയിം കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നതെങ്കിൽ ഡയറക്റ്റ് ഫങ്ഷൻ നെയിംസ് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാം. അല്ല, ഇതുപോലെയാണ് ചെയ്യുന്നതെങ്കിൽ മൊഡ്യൂൾ നെയിം ഡോട്ട് ഫങ്ഷൻ നെയിം നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് മൊഡ്യൂൾസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സുകളെ പറ്റിയിട്ട് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് പുതിയ തരത്തിലുള്ള ഡാറ്റ ടൈപ്സും മറ്റുമൊക്കെ റിയൽ വേൾഡ് ഒബ്ജക്ട്സിനോട് സിമിലറായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും പ്രോഗ്രാമാറ്റിക്കലി. ഉദാഹരണത്തിന് നമുക്കൊരു പേഴ്സൺ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടാക്കി അതിന് നെയിം, ഏജ്, അഡ്രസ്സ് അതുപോലുള്ള ആട്രിബ്യൂട്ട്സ്, പിന്നെ ഇൻട്രൊഡ്യൂസ്, ഗ്രീറ്റ് അതുപോലുള്ള മെത്തേഡ്സൊക്കെ കൊടുത്തു വയ്ക്കാം. അപ്പോൾ നമുക്കത് ക്ലാസ്സായിട്ട് അതിനെ ഒന്ന് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. പൈത്തണിൽ ക്ലാസ് ഉണ്ടാക്കുന്നതിന് ഉള്ള കീവേഡ് എന്ന് പറയുന്നത് ക്ലാസ് തന്നെയാണ്, CLASS. അത് കഴിഞ്ഞ് ക്ലാസ്സിൻ്റെ പേര്, അത് യൂഷ്വലി ആ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കും. പിന്നെ ടൈറ്റിൽ കേസിലാണ് എഴുതുക. അപ്പോൾ ക്ലാസ് പേഴ്സൺ. ഇനി എല്ലാ ക്ലാസ്സിനും ഒരു ഇനീഷ്യലൈസർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ എഴുതുന്നത് ഇനീഷ്യലൈസറാണ്. ഇതിനെ കൺസ്ട്രക്ടർ എന്നും പറയും. നെയിം, ഏജ്, അഡ്രസ്സ് ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു മെത്തേഡും കൂടി ഡിഫൈൻ ചെയ്യാം. മെത്തേഡ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിനുള്ളിലുള്ള ഫങ്ഷൻസിനെയാണ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇൻട്രൊഡ്യൂസ്, ഇത്ര മതി. ഇതിലിപ്പോൾ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പേഴ്സൺ എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഉണ്ടാക്കി. ആ പേഴ്സൺ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ എല്ലാ ഒബ്ജക്ട്സിനും ഒരു 3 ആട്രിബ്യൂട്ട്സ് ഉണ്ടാക്കി. നെയിം, ഏജ് ആൻഡ് അഡ്രസ്സ്. അത് കഴിഞ്ഞ് ഇൻട്രൊഡ്യൂസ് എന്ന് പറഞ്ഞൊരു മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡിനെ വിളിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കറൻ്റ്ലി ക്രിയേറ്റ് ചെയ്ത പേഴ്സൻ്റെ നെയിമും ഏജും സെൽഫ് അഡ്രസ്സും വെച്ച് ഒരു ഗ്രീറ്റിംഗ് പോലെ അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഒരു സംഭവം പ്രിൻ്റ് ചെയ്യും. അതാണ് ഇത് ചെയ്യുന്നത്. ഇതിലിനി നമുക്ക് ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അപ്പോൾ മൈക്ക് ഈക്വൽ ടു പേഴ്സൺ എന്നിട്ട് ബ്രാക്കറ്റിൽ നെയിം ഈക്വൽ ടു മൈക്ക്, ഏജ് ഏജ് ഈക്വൽ ടു 24, അഡ്രസ് ഈക്വൽ ടു അവന്യൂ, സ്ട്രീറ്റ്, കേരള. ഞാനൊരു അഡ്രസ്സും കൊടുത്തു. ഇനി നമുക്ക് മൈക്കിനെ വെച്ച്, മൈക്കാണ് ഇപ്പോൾ ഇവിടുത്തെ ഈ പേഴ്സൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഒബ്ജക്റ്റ്, നമുക്ക് ഇൻട്രൊഡ്യൂസ് ഫങ്ഷൻ വിളിക്കാൻ സാധിക്കും. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. പൈത്തൺ ഇവിടെ ഈ സെൽഫ് ഡോട്ട് ഏജ് നമ്മൾ ഇൻറ്റിജറാണ്, അപ്പോൾ അത് സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതാണ് ഈ എറർ വന്നത്. ഇപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ സംഭവം ഉണ്ടായി.
ഇതിലിപ്പോൾ എന്താ ഉണ്ടായതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മളിവിടെ മൈക്ക് എന്ന് പറഞ്ഞ് ഈ പേഴ്സൺ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഇനീഷ്യലൈസേഷൻ പ്രൊസീജിയറാണിത്. ഈ സംഭവം നമ്മൾ ഈ ബ്രാക്കറ്റിൽ ഇത് കൊടുക്കുമ്പോൾ ഫസ്റ്റ് പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഈ ഇനിറ്റ് എന്ന് പറഞ്ഞ മെത്തേഡിനെയാണ് വിളിക്കുക. അത് പൈത്തൺ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൽ നെയിം നമ്മൾ കൊടുക്കുന്നുണ്ട് മൈക്ക്, അതുപോലെ ഏജ് ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട് 24, അഡ്രസ്സ് നമ്മൾ പാസ് ചെയ്യുന്നുണ്ട് അവന്യൂ സ്ട്രീറ്റ് KL ഇൻ. അത് കഴിഞ്ഞ് ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സെൽഫ് ഡോട്ട് നെയിം ഇതാണ് ക്ലാസ്സിൻ്റെ ഒരു ഇൻസ്റ്റൻസ് വേരിയബിൾ. ഈ 3 ഇൻസ്റ്റൻസ് വേരിയബിൾസിന് ക്ലാസ് ഈ ആട്രിബ്യൂട്ട്സിനെ ഇതിനാണ് പറയുക ഇൻസ്റ്റൻസ് വേരിയബിൾസ്. അതിന് 3 നിങ്ങൾക്കത് പ്രോപ്പർട്ടീസ് പോലെ കണക്കാക്കാം, പേഴ്സൻ്റെ പ്രോപ്പർട്ടീസ് പോലെ കണക്കാക്കാം. അപ്പോൾ അതിൽ സെൽഫ് ഡോട്ട് നെയിമിൽ നെയിം സ്റ്റോർ ചെയ്തു, ഏജിൽ ഏജ് സ്റ്റോർ ചെയ്തു, അഡ്രസ്സിൽ സെൽഫ് ഡോട്ട് അഡ്രസ്സിൽ അഡ്രസ്സും സ്റ്റോർ ചെയ്തു. ഇങ്ങനെ സെൽഫ് ഡോട്ട് വെച്ച് കൊടുക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഏതൊക്കെ മെത്തേഡ്സ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നു അതിലെല്ലാത്തിലും നമുക്ക് സെൽഫ് ഡോട്ട് വെച്ച് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും, ഈ ആട്രിബ്യൂട്ട്സ് ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് ഇൻസ്റ്റൻസ് വേരിയബിൾ എന്ന് പറയുന്നത്. അത് ഈ മൈക്ക് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിനൊക്കെ ഈ സംഭവം സെയിം ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മളിവിടെ പ്രിൻറ്റ് മൈക്ക് ഡോട്ട് നെയിം അടിച്ച് കഴിഞ്ഞാൽ ഈ ഇൻട്രൊഡ്യൂസ് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻ്റ് ചെയ്യാൻ പോകുന്നത് മൈക്കിൻ്റെ പേരായിരിക്കും. ഇനി നമുക്ക് വേറൊരു പേഴ്സണെ ക്രിയേറ്റ് ചെയ്യാം. ഈക്വൽ ടു പേഴ്സൺ, ഈ മൊത്തം സാധനം നമുക്ക് ഉണ്ടാക്കാം, അതിൽ പേര് മാറ്റാം. ഇത്ര മതി. ഇനി നമുക്കിവിടെ ഇത് പുതിയൊരു ഒബ്ജക്റ്റാണ്. അപ്പോൾ ഈ സാക്കുറ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ പേര് കിട്ടണമെങ്കിൽ സാക്കുറ ഡോട്ട് നെയിം എന്ന് മതി. ഇനി പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള നെയിമാണ് കിട്ടുക. ഇതിവിടെ നിങ്ങൾക്ക് കാണാം സാക്കുറ എന്ന് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഓരോ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും പുതിയൊരു മെമ്മറി അലക്കേറ്റ് ചെയ്ത് അതിൽ ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാം സ്റ്റോർ ചെയ്യും. അതിൽ നമുക്ക് ഇങ്ങനെ അത് ഈ ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള എല്ലാ ഫങ്ഷൻസിനെയും വിളിച്ച് ഈ ഡാറ്റേനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഒരു പൈത്തണിലെ ഒരു ക്ലാസ്സിൻ്റെ ബേസിക് സ്ട്രക്ചർ. ഇത് വെച്ചിട്ട് നമുക്കിനി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലുള്ള ഇൻഹെറിറ്റൻസ് പോലെയുള്ള പല കാര്യങ്ങളും ഈ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക്സ് മാത്രമേ ഞാൻ ഇവിടെ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇതൊരു അഡ്വാൻസ്ഡ് ട്യൂട്ടോറിയൽ അല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അതുപോലെ തന്നെ ഈ സീരീസും ഈ ബിഗിനർ പൈത്തൺ ട്യൂട്ടോറിയൽ സീരീസും ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ സജഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.